എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ ശനിയാഴ്ച 8/2/2025 നടത്തിയ 4th സ്റ്റേജ് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 17/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് കൺഫേം ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1, 2 കേരള നടനം ഗുരു ഗോപിനാഥ്, 2, 4 യക്ഷഗാനം പാർത്ഥി സുബ്ബ, 3, 1 ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള, 4, 3 കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. ലോകത്തിലാദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ലോക നഗരദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം? ഓപ്ഷൻ ഡി. കോഴിക്കോട്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി. 2ഉം 3ഉം ശരിയാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? ഓപ്ഷൻ ഡി. ഗണതന്ത്ര മണ്ഡപം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം വന്നിരിക്കുന്നത്. 1, 3 കേരള വിനോദസഞ്ചാര ദിനം 2024, സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ, 2, 4 കേരള വിനോദസഞ്ചാരം 2024, വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും, 3, 1 UNEP 2024, നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, 4, 2 ലോക വിനോദസഞ്ചാര ദിനം 2024, വിനോദസഞ്ചാരവും സമാധാനവും. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം? ഓപ്ഷൻ
സി നവംബർ മധ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. ഓപ്ഷൻ ഡി മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല. ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഇന്ത്യയിലെ 6 വരിപ്പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകൂട്. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി പറവൂർ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി കുമാരഗുരുദേവൻ സമത്വ സമാജം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. ഓപ്ഷൻ ഡി ആനി ബസന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി. ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിനു വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം. ഓപ്ഷൻ എ നീതി ആയോഗ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീനഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. ഓപ്ഷൻ സി 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമേതാണ്? ഓപ്ഷൻ സി ശ്രീലങ്ക. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻ ഡി അനുച്ഛേദം 51(4). രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 97. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
ഓപ്ഷൻ എ, ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം. വിവരാവകാശ കമ്മീഷൻ ഘടന. ഓപ്ഷൻ സി, മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെഷൻ ഓഫീസർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ഓപ്ഷൻ സി, ശ്രീ വി ഹരിനായർ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. ഓപ്ഷൻ ബി, NH-66 മുംബൈ ഗോവ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി, അനുച്ഛേദം 39B. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല. ഓപ്ഷൻ ഡി, ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ, പള്ളിവാസൽ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. ഓപ്ഷൻ ബി, 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ, വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഓപ്ഷൻ ബി, മഞ്ചേശ്വരം പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. ഓപ്ഷൻ ബി, സി ബാലകൃഷ്ണൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. ഓപ്ഷൻ സി, പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ സി, ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഓപ്ഷൻ എ, കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, വേമ്പനാട്. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ഓപ്ഷൻ സി, ഗിഫോർഡ്. വാഗൺ ട്രാജഡി നടന്ന വർഷം. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. 1721 നവംബർ 10. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ ബി, VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി, പാലിയം സത്യാഗ്രഹം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഓപ്ഷൻ ഡി, 5. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഓപ്ഷൻ എ, ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമേത്? ഓപ്ഷൻ ബി, കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ഓപ്ഷൻ എ, AV കുട്ടിമാളു അമ്മ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ, കുമാരഗുരുദേവൻ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻ ബി, ശരീരത്തുലനില പാലിക്കപ്പെടുന്നില്ല. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ, ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ G. റോസൺ. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ സി, പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി, ജീവകം
കെ. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? ഓപ്ഷൻ എ നൈട്രജൻ. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി വൈറസ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23-ൻ്റെ പ്രാധാന്യം? ഓപ്ഷൻ ഡി ലോക കടലാമ ദിനം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ സി തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഓപ്ഷൻ ബി ഹൃദയം. ഏത് മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ഖരം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ഊർജം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി രാസഫലം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഓപ്ഷൻ സി 1.62 m/s². ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതാര്? ഓപ്ഷൻ എ JJ തോംസൺ. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഓപ്ഷൻ സി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ഓപ്ഷൻ സി പ്രവേഗം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ ടാർട്രസിൻ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ ബി സിങ്ക്. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി പൊട്ടാസ്യം. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 81 ഓപ്ഷൻ എ 9. 82 ഓപ്ഷൻ ഡി 5/7. 83 ഓപ്ഷൻ ഡി 0.005. 84 ഓപ്ഷൻ ബി 725. 85 ഓപ്ഷൻ സി 50.02. 86 ഓപ്ഷൻ എ 49. 87 ഓപ്ഷൻ എ 90000. 88 ഓപ്ഷൻ ബി -4/3 -1/3 -2/9. 89 ഓപ്ഷൻ ഡി 25%. 90 ഓപ്ഷൻ ഡി 12 മിനിറ്റിന് ശേഷം. 91 ഓപ്ഷൻ എ 1. 92 ഓപ്ഷൻ ബി 30. 93 ഓപ്ഷൻ ഡി 244. 94 ഓപ്ഷൻ സി സംസ്ഥാനം ജില്ലാ പഞ്ചായത്ത് വീട്ടു നമ്പർ. 95 ഓപ്ഷൻ എ സാഹിത്യം. 96 ഓപ്ഷൻ ബി 10000. 97 ഓപ്ഷൻ ബി ത്രികോണം. 98 ഓപ്ഷൻ സി 30. 99 ഓപ്ഷൻ ബി IRH. 100
ഓപ്ഷൻ സി 75. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ പി എസ് സി അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.